പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നായി മാറിയിരിക്കുന്നു. വെറുമൊരു ചെറിയ യാത്ര എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ച ഈ യുദ്ധം അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനിലെ പരമോന്നത നേതാവിൻ്റെ വധവും സൈനിക താവളങ്ങൾക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങളും ഇറാൻ്റെ പതനത്തിന് കാരണമാകുമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയിരിക്കുന്നു. അപ്രതീക്ഷിതമായ തിരിച്ചടികളിലൂടെ ഇറാൻ തങ്ങളുടെ പ്രതിരോധ ശേഷി തെളിയിക്കുമ്പോൾ അതിന് പിന്നിൽ റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ പിന്തുണയുണ്ടെന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുകയാണ്. യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇറാന് നികത്താനാവാത്ത ആഘാതങ്ങൾ ഏൽപ്പിക്കുവാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിച്ചിരുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെ 40ഓളം മുതിർന്ന ഉദ്യോഗസ്ഥർ വധിക്കപ്പെട്ടത് ഭരണകൂടത്തെ തളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനി, രഹസ്യാന്വേഷണ മന്ത്രി ഇസ്മായിൽ ഖത്തീബ് എന്നിവരുടെ വധവും ഇറാനിലെ എണ്ണവാതക നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാനായിരുന്നു. എന്നാൽ ഇത്തരം കനത്ത പ്രഹരങ്ങൾക്കിടയിലും ഇറാൻ പതറാതെ പിടിച്ചു നിൽക്കുന്നു എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾക്കും നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് അവരുടെ പ്രതിരോധ സംവിധാനം ഇപ്പോഴും സജീവമാണ് എന്നതാണ്. ഈ യുദ്ധത്തിൽ ഇറാൻ്റെ കരുത്തായി നിലകൊള്ളുന്നത് റഷ്യയും ചൈനയുമാണ്. പുറമേ സമാധാനത്തിനായി വാദിക്കുമ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ ഈ രണ്ട് വൻ ശക്തികളും ഇറാനെ സൈനികമായും സാങ്കേതികമായും സഹായിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക കൈക്കൊണ്ട അതേ തന്ത്രമാണ് ഇപ്പോൾ റഷ്യ പശ്ചിമേഷ്യയിൽ പയറ്റുന്നത്. റഷ്യയുടെ കനോപ്പസ് V ഉപഗ്രഹങ്ങൾ വഴി അമേരിക്കൻ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും കൃത്യമായ സ്ഥാനങ്ങൾ ഇറാൻ മനസ്സിലാക്കുന്നു. കുവൈത്തിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ മാരകമായ ആക്രമണം റഷ്യൻ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ സഹായത്തോടെയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയുടെ ആധുനിക ആയുധങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കാനും അവയെ പ്രതിരോധിക്കുവാനും റഷ്യൻ സഹായം ഇറാനെ പ്രാപ്തമാക്കുന്നു. ചൈനയാകട്ടെ ഇറാൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഉപരോധങ്ങളെ മറികടക്കാൻ അവരെ സഹായിക്കുന്നു. ഇറാൻ്റെ 80% എണ്ണയും വാങ്ങുന്നത് ചൈനയാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിലും സൈബർ യുദ്ധമുറകളിലും ചൈന ഇറാനുമായി ദീർഘകാലമായി സഹകരിക്കുന്നുണ്ട്. മിസൈലുകൾക്ക് ആവശ്യമായ സോഡിയം പെർക്ലോറേറ്റ് പോലെയുള്ള രാസവസ്തുക്കൾ എത്തിക്കുന്നതിലൂടെ ഇറാൻ്റെ മിസൈൽ ശേഖരം തകരാതെ ചൈന സംരക്ഷിക്കുന്നു. കൂടാതെ ചൈനയുടെ ബീഡു നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുവാൻ ഇറാൻ അനുമതി നൽകിയത് ആക്രമണങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയെ തളച്ചിടുന്നത് വഴി ഇന്തോ പസഫിക് മേഖലയിൽ തങ്ങൾക്കെതിരെയുള്ള സമ്മർദ്ദം കുറയ്ക്കാമെന്ന് ചൈന കണക്ക് കൂട്ടുന്നു. ഇറാൻ്റെ സ്വന്തം നിർമ്മിതിയായ ഷാഹദ് ഡ്രോണുകൾ ഈ യുദ്ധത്തിലെ പ്രധാന വഴിത്തിരിവായി മാറിയിരിക്കുന്നു. റഷ്യ യുക്രൈനിൽ വിജയകരമായി പരീക്ഷിച്ച ഈ ഡ്രോണുകൾ ഇപ്പോൾ അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തിലെ പ്രധാന ആയുധമാണ്. ഇറാൻ്റെ മിസൈൽ ശേഖരം തീർന്നുപോയെന്ന അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വാദങ്ങളെ തള്ളിക്കളയുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യയിലും ഖത്തറിലുമുള്ള ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ. ഇറാൻ്റെ ഭരണകൂടം ഉടൻ തകരുമെന്ന ട്രംപിൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയാണ്. മറിച്ച് ഈ യുദ്ധം നീണ്ടുപോകുന്നത് റഷ്യയ്ക്കും ചൈനയ്ക്കും കൂടുതൽ ലാഭമുണ്ടാകുന്നു. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുമ്പോൾ അമേരിക്കയുടെ ശ്രദ്ധ ഉക്രൈനിൽ നിന്ന് തായ്വാൻ കടലിടുക്കിൽ നിന്നും മാറുന്നത് ഇരു രാജ്യങ്ങൾക്കും ആശ്വാസം പകരുന്നു. ചുരുക്കത്തിൽ ഈ യുദ്ധം വെറുമൊരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് ആഗോള വൻ ശക്തികൾ തമ്മിലുള്ള നിഴൽ യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇറാനിലെ നിലവിലെ ഭരണകൂടം തകരുവാൻ ചൈനയോ റഷ്യയോ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രോ അമേരിക്കൻ സർക്കാർ ഇറാനിൽ വരുന്നത് തങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമെന്ന് ചൈന ഭയപ്പെടുന്നു. അതേസമയം യുദ്ധത്തിൽ തളർന്ന എന്നാൽ തകരാത്ത ഒരു ഇറാൻ തങ്ങളുടെ ചൊൽപ്പൊടിക്ക് നിൽക്കുമെന്ന് ഈ രണ്ട് രാജ്യങ്ങളും കരുതുന്നു. യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം ഈ ചതിക്കുഴിയിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ അതിജീവന ശേഷിയിലൂടെ പുതിയൊരു അധികാര സമവാക്യം പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കുകയാണ്.